നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അത്രമേൽ സ്നേഹിക്കയാൽ ഷേർലി കുര്യൻ എന്ന 71-കാരിയുടെ മരണം നമ്മോട് പറയുന്നത്, ഭർത്താവിന് അന്ത്യചുംബനം നൽകിയ ഉടൻ ഭാര്യ കുഴഞ്ഞു വീണ് മരിക്കുന്നു. പാല വാഴയിൽ കുടുംബത്തിലാണ് സംഭവം. പാല പുത്തമ്പള്ളിക്കുന്ന് വാഴയിൽ കുര്യൻ ജോസഫിൻ്റെ സംസ്കാര ശുശ്രൂഷയുടെ ആദ്യ ഭാഗം വസതിയിൽ പൂർത്തിയാകുന്നു. അന്ത്യചുംബനം നൽകുന്ന ഭാര്യ ഷേർലി കുര്യൻ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. കുര്യച്ചൻ്റെ പ്രായം 73, ഭാര്യ ഷേർലിയുടേത് 71. ഷേർലി കുര്യനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. എങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഷേർലിയെ പരിശോധിച്ച ഡോക്ടർ ബന്ധുക്കളോട് പറഞ്ഞു, അപൂർവമായി സംഭവിക്കുന്ന ഒരവസ്ഥയാണിത്. കടുത്ത സ്ട്രെസ് മൂലം ഹൃദയം ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ. ഹൃദയം ചുരുങ്ങി ഷേർലി കുര്യൻ മരിച്ചു. ഭർത്താവിൻ്റെ വേർപാട് അത്രയധികം അവരെ തളർത്തിക്കളഞ്ഞിരുന്നു. 15-ാം തീയതി ഉച്ചയോടുകൂടിയാണ് കുര്യച്ചൻ മരിച്ചത്. ഇന്നലെ രാവിലെ 11 മണിക്ക് വസതിയിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി മൃതദേഹം പള്ളിയിലേക്ക് എടുക്കുമ്പോൾ ഭാര്യ ഷേർലി കുര്യൻ ഭർത്താവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നു. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും പാല കൃഷിഭവൻ ഉപദേശക സമിതി അംഗവുമാണ് കുര്യച്ചൻ. പാലായിലെ ഒരു പ്രമുഖ വ്യക്തിത്വം. മീനച്ചിലിലെ ആദ്യകാല വ്യാപാരിയാണ് കുര്യച്ചൻ. എടത്വ പച്ചക്കാവിലെ വീട്ടിൽ കുടുംബാംഗമാണ് ഷേർലി. വീടുകളിലെ ഏറ്റവും സൂക്ഷ്മമായ ബന്ധം ഭാര്യ ഭർത്താക്കന്മാരുടേതാണ്. പലപ്പോഴും ഇത് നമുക്ക് പ്രസംഗങ്ങളിൽ അവതരിപ്പിക്കാം. നിത്യജീവിതത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും തർക്കങ്ങളും സംഘർഷങ്ങളും. ലോകം മുഴുവൻ കീഴടക്കേണ്ടതില്ല, സ്വന്തം വീട് ജയിക്കണമെന്ന് ചിലർ ഉപദേശിക്കും. ഏറ്റവും സൂക്ഷ്മമായ ബന്ധം ഭാര്യ ഭർത്താക്കന്മാരുടേതാണ്. ഇരുവരും വൈകാരിക ബന്ധങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഗുരുവര്യന്മാർ പറയുന്നത്, ലോകം മുഴുവൻ കീഴടക്കേണ്ടതില്ല, ആദ്യം സ്വന്തം വീട് മാത്രം ജയിക്കുക, പരസ്പരം സഹകാരിയാകുക, സന്തോഷിപ്പിക്കുക. ഇത്തരം മൂല്യങ്ങളാണ് ദാമ്പത്യ ജീവിതത്തെ നിലനിർത്തുന്നത്. വിവാഹശേഷം പരസ്പരം സന്തോഷം ലഭിക്കുമെന്ന് രണ്ടുപേരും കരുതുന്നു. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ചില പരുക്കൻ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ പലരും പരസ്പരം അകലുന്നു. പ്രതീക്ഷ നിറവേറ്റപ്പെടാതെ വരുമ്പോൾ സംഘർഷങ്ങൾ ഉടലെടുക്കും. പരസ്പരം പൊരുത്തപ്പെടുന്നതിനെയാണ് ദാമ്പത്യം എന്ന് വിശേഷിപ്പിക്കുന്നത്. വിവാഹത്തിലെ സ്നേഹം എന്നും നിലനിൽക്കണമെന്ന് പുരോഹിതന്മാർ ഉപദേശിക്കും. ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ എപ്പോഴാണ് ദിവ്യത്വം വരുന്നത്? ഇരുവരും തമ്മിൽ ശുദ്ധമായ സ്നേഹം ഉടലെടുക്കുമ്പോൾ. ശുദ്ധമായ സ്നേഹം ആസക്തിയും വിദ്വേഷവും ഇല്ലാത്ത ഒന്നാണ്. യഥാർത്ഥ ദാമ്പത്യം നമുക്ക് പങ്കാളിയോട് വിദ്വേഷം ജനിപ്പിക്കുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന ഒരു കലാലയവും നമുക്ക് മുന്നിലില്ല. സ്നേഹപൂർവ്വം എങ്ങനെ പെരുമാറണമെന്ന് അവർക്ക് കൃത്യമായ ശാസന നൽകുന്നില്ല. നിങ്ങളുടേത് എൻ്റേത് എന്ന് വേർതിരിവില്ലാത്ത ഒരു ലോകം. ദാമ്പത്യബന്ധം നമുക്ക് പറഞ്ഞു തരുന്നത് ഇത്തരം ദിവ്യത്വമാണ്. കുര്യച്ചനില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഷേർലിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വൈകാരിക തലത്തിലുണ്ടായ സ്ട്രെസ് അവരുടെ ഹൃദയം ചുരുങ്ങി ഒടുവിൽ ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നു. പാല മീനച്ചിൽ പ്രദേശവും അവിടെയുള്ള പരമ്പരാഗത കുടുംബ ബന്ധങ്ങളുമൊക്കെ ഏറെ വേറിട്ട് നിൽക്കുന്നു. ഭാര്യാഭർത്തൃബന്ധത്തിൽ വല്ലാത്തൊരു കാഴ്ചയാണ് പല കുടുംബങ്ങളും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമൂഹിക സാംസ്കാരിക സഹവർത്തിത്വത്തിൻ്റെ ഇടം. 14-ാം നൂറ്റാണ്ട് മുതൽ ആ പ്രദേശം ഭരിച്ചിരുന്ന മീനച്ചിൽ കർത്താക്കന്മാരും പിന്നീട് അവിടെ കുടിയേറി കൃഷിയും കച്ചവടവുമായി രംഗത്ത് സജീവമായ ക്രിസ്ത്യാനികളും. മീനച്ചിൽ കഥ നമ്മോട് പറയുന്നത് 4 പുരാതന ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ കടന്നുവരവാണ്. ഉദയ്പൂരിൽ നിന്നും മധുര വഴി കേരളത്തിലേക്ക് കുടിയേറിയ രജപുത്ര വംശജരാണ് മീനച്ചിൽ കർത്താക്കന്മാർ. മധുര മീനാക്ഷി അമ്മയോടുള്ള ഭക്തി സൂചിപ്പിക്കുന്നതാണ് ഈ പ്രദേശത്തിനിട്ടിരിക്കുന്ന മീനച്ചിൽ എന്ന പേര്. മീനച്ചിലാർ എന്ന പേർ വന്നതിന് കാരണവും അതുതന്നെ. ആ പ്രദേശത്തേക്ക് കുടിയേറിയ ക്രിസ്ത്യൻ കുടുംബങ്ങൾ നമ്പൂതിരി ഇല്ലങ്ങളുമായും മറ്റു പ്രമുഖ നായർ തറവാടുകളുമായും വലിയ സഹവർത്തിത്വം തുടങ്ങി. പിന്നീട് പാല, അങ്ങാടിയും പ്രദേശത്തെ കൃഷിയിടങ്ങളുമൊക്കെ വികസിച്ചു. ഹൈന്ദവ ഭരണാധികാരികളും ക്രൈസ്തവ കർഷക വ്യാപാരി കുടുംബങ്ങളും തമ്മിലുണ്ടായിരുന്ന പരസ്പര വിശ്വാസവും ഒത്തൊരുമയുമാണ് മീനച്ചിലിൻ്റെ ശക്തി. കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് മീനച്ചിൽ മേഖലയിൽ. മക്കളെ അവർ വിദ്യാഭ്യാസത്തിനായി തൃശ്ശിനാപ്പള്ളിയിലേക്കും ചെന്നൈയിലേക്കുമൊക്കെ അയച്ചു. ആ മേഖലയിലെ കുടുംബ ബന്ധങ്ങൾക്കും വല്ലാത്ത ഇഴയെടുപ്പമുണ്ട്. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഇടപെടലുകൾക്ക് പ്രത്യേക ശക്തി. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും വലിയ പ്രാമുഖ്യം കുടുംബങ്ങൾ നൽകുന്നു. അതുതന്നെയാണ് പാല തറവാടുകളിലെ മുതിർന്ന കാരണവത്തിമാരുടെ ഭാവവും കെട്ടും മാതിരിയുമൊക്കെ.
കുട്ടികളെ ശിക്ഷിക്കുന്നതിൽ, കുട്ടികളെ നേർവഴിക്ക് നയിക്കുന്നതിൽ കുടുംബത്തിലെ കാരണവന്മാർ ഒരുമിച്ച് നിൽക്കും. അച്ഛനും അമ്മയും ചേർന്നൊരുക്കുന്ന പ്രത്യേക സുരക്ഷിത വലയം. അവർക്ക് വല്ലാത്തൊരു ശക്തിയുണ്ട്. കുടുംബ ബന്ധങ്ങളിലെ ഈ പരസ്പര വിശ്വാസവും സ്നേഹവും അത് നമുക്ക് ഒരിക്കൽ കൂടി കാട്ടിത്തരുന്നു ഇത്തരം സംഭവങ്ങൾ. ഇന്ന് കൊല്ലത്ത് നിന്നുള്ള ഒരു വാർത്ത നമ്മെ നടുക്കിക്കളയുന്നത് മറ്റൊരു തലത്തിൽ. ഒരു വശത്ത് ദാമ്പത്യ ബന്ധത്തിൻ്റെ പവിത്രത നമുക്ക് കാട്ടിത്തരുന്ന ഷേർലി കുര്യൻ്റെ മരണം, മറുവശത്ത് ദാമ്പത്യബന്ധം എത്ര ഭയാനകമാണ് എന്ന് കാട്ടിത്തരുന്ന മറ്റൊരു ക്രൂര സംഭവം. കിടപ്പറ ദൃശ്യങ്ങൾ ഭർത്താവ് അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റു എന്ന് ഭാര്യ പോലീസിൽ പരാതി നൽകിയ മറ്റൊരു സംഭവം. പങ്കാളികളെ കൈമാറുന്ന സംഘവുമായി തൻ്റെ ഭർത്താവിന് ബന്ധമുണ്ട് എന്നാണ് ഭാര്യ നൽകിയ പരാതിയിൽ പറയുന്നത്. പങ്കാളികളെ പങ്കുവയ്ക്കുന്ന ഗ്രൂപ്പുകളിൽ തൻ്റെ ഭർത്താവ് അംഗമാണ്. ഭാര്യയുടെ നഗ്ന ദൃശ്യങ്ങൾ പങ്കുവച്ചതിന് പിന്നിലെ ചതിക്കുഴികളും ഭാര്യ ഈ പരാതിയിൽ വിശദീകരിക്കുന്നുണ്ട്. വിദേശത്തായിരുന്നു ഭർത്താവ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ തങ്ങളുടെ കിടപ്പറ ദൃശ്യങ്ങൾ കാണണം എന്ന് ഭർത്താവ് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ താൻ ഭർത്താവിന് അനുമതി കൊടുത്തത്. എന്നാൽ പിന്നീട് ഈ അശ്ലീല ദൃശ്യങ്ങൾ ഭർത്താവ് അശ്ലീല സൈറ്റുകൾക്ക് വിറ്റു എന്നാണ് ഭാര്യയുടെ പരാതി. സംഭവത്തിൽ കൊട്ടിയം പോലീസ് കേസെടുത്തു. പ്രതി ഒളിവിലാണ്. ദൃശ്യങ്ങൾ പങ്കുവച്ചതിൽ ഭർത്താവിന് ഒരുവിധ കുറ്റബോധവുമില്ല എന്ന് ഭാര്യ പറയുന്നു. ദൃശ്യങ്ങൾ പങ്കുവച്ച് ഭർത്താവ് പണമുണ്ടാക്കി. കൊച്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചും ലൈംഗിക വൈകൃതങ്ങൾ ഭർത്താവ് കാണിച്ചു. ഒടുവിൽ ഭർത്താവിനെ താൻ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കി. എന്നാൽ തന്നെ അതിക്രൂരമായി ആ ഘട്ടത്തിൽ ഭർത്താവ് മർദ്ദിച്ചു എന്നാണ് യുവതിയുടെ പരാതി. വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയാണ് യുവതി പരാതി നൽകിയത്. ഫോൺ സംഭാഷണം അടക്കമുള്ള തെളിവുകൾ പോലീസിന് കൈമാറി. ഭർത്താവിൽ നിന്ന് ക്രൂരമർദ്ദനമേറ്റ യുവതി നിലവിൽ ചികിത്സയിലാണ്. കൊല്ലം ജില്ലക്കാരാണ് ദമ്പതികൾ. UK-യിൽ താമസം. വലിയ പണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ. തനിക്ക് കാണാൻ എന്ന പേരിൽ ഭർത്താവ് ഭാര്യയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നു. എന്നിട്ട് അശ്ലീല സൈറ്റുകൾക്ക് അവ വിൽക്കുന്നു. അതും ഈ കൊച്ചു കേരളത്തിൽ, കൊല്ലത്താണ് ഈ സംഭവമെന്നോർക്കുക. അശ്ലീല സൈറ്റുകളിൽ യുവതിയുടെ നഗ്നദൃശ്യങ്ങൾ കണ്ട സുഹൃത്തുക്കളാണ് യുവതിയെ വിവരം ധരിപ്പിച്ചത്. കൗൺസിലിംഗ് നൽകി ശരിയാക്കാം എന്ന ധാരണ പൊളിഞ്ഞതോടെ പോലീസിൽ പരാതിയുമായി യുവതി എത്തി. 2 ദിവസം കൗൺസിലിങ്ങിന് ഭർത്താവിനെ കൊണ്ടുപോയി. 3-ാം ദിവസം ഭർത്താവ് അതിക്രൂരമായി മർദ്ദിച്ചതോടെ യുവതി പോലീസിന് മുന്നിലെത്തി പരാതി നൽകുന്നു. ദാമ്പത്യ ബന്ധത്തിലെ 2 ചിത്രങ്ങളാണ് നമുക്ക് മുന്നിൽ ഈ 2 വാർത്തകൾ കാഴ്ചവെക്കുന്നത്. ഒന്ന് അതിക്രൂരതയുടെ ഒരു കഥ, മറ്റൊന്ന് പവിത്രമായ ദാമ്പത്യ ബന്ധത്തിൻ്റെ ജീവൻ ത്യജിക്കുന്ന മറ്റൊരു കഥ. ഇനി നമുക്ക് തീരുമാനിക്കാം ജീവിതം എങ്ങനെ വേണമെന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.